ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വെസ്റ്റ് ഏഷ്യയിൽ വീണ്ടും യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം യുഎസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചതനുസരിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% നിരക്കിൽ അമേരിക്ക ഫീസ് ഈടാക്കും. ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷകൻ അമേരിക്കയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അവകാശപ്പെട്ടു. ഇന്ന് ഇന്ത്യൻ വിപണി വലിയ നെഗറ്റിവിറ്റിയിലാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ ഒന്നാമത്തെ കാരണം നമ്മൾ വ്യക്തമാക്കിയത് ഹോർമുസ് കടലിടുക്കിൽ US 20% ചുങ്കം ഏർപ്പെടുത്തിയതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. ഹോർമുസ് കടലിടുക്കിൽ 20% താരിഫ് ഏർപ്പെടുത്തിയതും വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധസംഘർഷങ്ങൾ രൂക്ഷമായതും കാരണം ഓയിൽ പ്രൈസുകൾ ഇന്നലെ തന്നെ 9% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 3% നേട്ടത്തിൽ $85.50 പെർ ബാരൽ എന്ന നിലയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി മാർക്കറ്റിനെ സംബന്ധിച്ച് വരികയുണ്ടായി. ഇന്നലെയാണ് ജൂൺ മാസത്തെ റീറ്റെയിൽ പണപ്പെരുപ്പം ഇന്ത്യയിൽ പുറത്തു വന്നത്. റീറ്റെയിൽ പണപ്പെരുപ്പം 18 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ജൂൺ മാസത്തെ തന്നെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ ഇന്നലെ പുറത്തു വരികയുണ്ടായി. 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ഈ ഡാറ്റയും പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ 3 വാർത്തകളുമാണ് ഇന്ന് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ഉണ്ടാക്കാനുള്ള കാരണമായിരിക്കുന്നത്. ഏതായാലും ഈ വാർത്തകളിലൊക്കെ ഇന്ന് ഏതൊക്കെ സെക്ടറുകളും സ്റ്റോക്കുകളുമായിരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അതിനു മുന്നേ ഇന്നലെ US മാർക്കറ്റുകൾ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. നാസ്ഡാക്ക് ഏകദേശം 1% മുകളിൽ ഇടിഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.61% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 190 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ സാധ്യത കാണുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നലെയും ഇതുപോലെ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ശക്തമായിട്ടുള്ള ഒരു റിക്കവറി നമുക്ക് കാണാനും സാധിച്ചു. അതുകൊണ്ട് ഇന്നും അത്തരത്തിൽ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, ജൂൺ മാസത്തെ ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം 18 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. CPI പണപ്പെരുപ്പം 4.38% പുറത്തു വന്നിരിക്കുന്നത്. അതായത് RBIയുടെ ടാർഗറ്റ് ആയിട്ടുള്ളത് 4%. അതിന് പുറമേ ആയിട്ടാണ് ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ പുറത്തു വന്നിരിക്കുന്നത്. ഭക്ഷ്യ പണപ്പെരുപ്പത്തിൽ തന്നെയാണ് വലിയ വർധനം ഉണ്ടായിരിക്കുന്നത്. ഭക്ഷ്യവില പണപ്പെരുപ്പം ജൂണിൽ 5.32%. മെയ് മാസത്തിൽ അത് 4.78%. ഫുഡ് ഇൻഫ്ലേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർധനവ് വന്നിരിക്കുന്നത് ഗതാഗത പണപ്പെരുപ്പത്തിലാണ്. അതായത് ട്രാൻസ്പോർട്ട് ഇൻഫ്ലേഷൻ ജൂണിൽ 4.31% ഉയർന്നിരിക്കുന്നത്. മെയ്യിൽ അത് 1.75%. പുതിയ CPI പരമ്പരയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് കൂടിയാണിത്. റോയിറ്റേഴ്സ് പ്രവചിച്ചിരുന്നത് 4.30% ഇൻഫ്ലേഷൻ ഉയരും എന്നായിരുന്നു. എന്നാൽ അതിന് മുകളിലായിട്ടാണ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, പണപ്പെരുപ്പം ഇത്തരത്തിൽ ഉയരുകയാണെങ്കിൽ അത് പലിശ നിരക്ക് വർധനവിലേക്ക് പോകുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് വരുന്നത്. അതായത് 2026-27 സാമ്പത്തിക വർഷത്തിലെ ശരാശരി CPI പണപ്പെരുപ്പം 5.1% ആയിരിക്കും എന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ 25 മുതൽ 50 ബേസിസ് പോയിൻറ്റ്സിൻ്റെ പലിശ നിരക്ക് വർധനവ് കൂടി RBI കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും വിദഗ്ധർ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു വാർത്തയെ തുടർന്ന് ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ചില സെക്ടറുകളും സ്റ്റോക്കുകളും ഏതൊക്കെ ആകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഭക്ഷ്യ പണപ്പെരുപ്പം 5.32% എന്ന വലിയ ഒരു വർധനവിലേക്ക് പോയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ FMCG കമ്പനികളിൽ ഒരു കൂടുതലായിട്ടുള്ള മാർജിൻ സമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ, ITC, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഡാബർ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനികൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗതാഗത പണപ്പെരുപ്പം 4.31% ഉയർന്നിട്ടുണ്ട്. ഇന്ധന ചെലവ് കൂടുന്നത് വാഹന വിപണിയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഓഹരികളായിട്ടുള്ള മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹീറോ മോട്ടോകോർപ്പ്, ബജാജ് ഓട്ടോ, TVS മോട്ടോർ തുടങ്ങിയ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ബാങ്കുകളും അതുപോലെ NBFCകളും ഫോക്കസിൽ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ പറഞ്ഞ സെക്ടറുകളും സ്റ്റോക്കുകളും ഒന്നും തന്നെ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ആ സെക്ടർ നിങ്ങളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പറഞ്ഞു എന്ന് മാത്രം.
ഇന്നലെയാണ് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയും പുറത്തു വന്നിരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്ത്യയുടെ വ്യാപാരത്തെയും ബാധിക്കുകയുണ്ടായി. ജൂണിൽ വ്യാപാരക്കുറവ് $30.43 ബില്യൺ ഉയർന്നു. ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ടതായി നോക്കേണ്ടത് ഇന്ത്യൻ ഓഹരി വിപണിയെ ഇത് എത്തരത്തിലാണ് ബാധിക്കുക എന്നത് തന്നെയാണ്. ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന വ്യാപാരക്കുറവ് രൂപയ്ക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും. ഇപ്പോൾ തന്നെ രൂപ ഡോളറിനെതിരെ വീക്കാണ്. ഇപ്പോൾ ഈ ഒരു കാരണം കൂടി ആകുമ്പോൾ അത് വലിയൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകും. എണ്ണ ഇറക്കുമതി ചെലവ് കൂടുന്നത് പണപ്പെരുപ്പം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നത്തെ ഏറ്റവും മേജറായിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണ് ഇന്ന് ഗ്ലോബലി നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് US നിന്നും കോർ CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരാനിരിക്കുന്നുണ്ട്. US ഫെഡ് ചെയർ കെവിൻ വാർഷിൻ്റെ ഫസ്റ്റ് ടെസ്റ്റിമോണി ഇന്നാണ് നടക്കാനിരിക്കുന്നത്. കൂടാതെ മറ്റ് പ്രമുഖ ബാങ്കുകളുടെ റിസൾട്ടുകൾ ഇന്ന് US നിന്നും പുറത്തു വരുന്നത്. JP മോർഗൻ ചേസ്, ബാങ്ക് ഓഫ് അമേരിക്ക, ഗോൾഡ്മാൻ സാച്ചസ് ഗ്രൂപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലിയുടെ സ്പീച്ചും ഇന്ന് പുറത്തു വരുന്നു. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂൺ മാസത്തെ WPI ഇൻഫ്ലേഷൻ ഡാറ്റയും ഇന്ത്യയുടെ ഇൻഡെക്സ് ഓഫ് സർവീസസ് പ്രൊഡക്ഷൻ ISP ഡാറ്റയും ഇന്ന് പുറത്തു വരുന്നു. ഇതിനു പുറമെ SBI ഫണ്ട് മാനേജ്മെൻറ്റ് IPO ഇന്ന് ഓപ്പൺ ആകുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില ഇവൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ കരട് തയ്യാറായി കഴിഞ്ഞെന്നും ഉചിതമായ സമയത്ത് അത് ഒപ്പുവെക്കുമെന്നും കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഗോൾഡ് പ്രൈസുകളിൽ ഇന്നലെ വലിയ ഇടിവാണ് കണ്ടത്. സ്പോട്ട് ഗോൾഡ് ഏകദേശം 3% ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നും കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ 1,04,800 എന്ന നിലയിലായിരുന്നു പവന് ഗോൾഡിൻ്റെ വിലയായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ആർക്കൊക്കെയാണ് ആ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ വീണ്ടും ആവശ്യമായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വാട്സപ്പ് ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ആദ്യം HCL ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 20.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 4,624 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 34,579 കോടി രൂപയാണ്. 13.9% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിറ്റയിൽ 18% വർധനവ് 5,831 കോടി രൂപയായിട്ടാണ് പുറത്തു വന്നത്. 12 രൂപയാണ് കമ്പനി ഡിവിഡൻഡായിട്ട് പ്രഖ്യാപിച്ചത്. മറ്റൊരു കമ്പനി ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. പ്രോഫിറ്റിൽ 23.1% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 964.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.6% വർധനവ് വന്നു. 1,564.2 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി നൗക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 20% വർധനവും റവന്യൂവിൽ 8.9% വർധനവും റിപ്പോർട്ട് ചെയ്തു. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 159.8 കോടി രൂപയാണ്. റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3,128.7 കോടി രൂപയുമാണ്. അടുത്തത് ബയോകോൺ സംബന്ധിച്ചിട്ടുള്ള ഒരു ബൾക്ക് ഡീലിൻ്റെ വാർത്തയാണ്. 5.64% ഓഹരികൾ മൈലൻ ഇൻക് കമ്പനി ബയോകോണിൽ ഒരു ബൾക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 378.50 എന്ന നിലയിലാണ്. CNBC TV18 റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണിത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ L&T ടെക്നോളജി സർവീസസ്, ടാറ്റ LXC, A to Z ഇൻഫ്ര എഞ്ചിനീയറിംഗ്, ആനന്ദ് രതി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ആദിത്യ ബിർള മണി തുടങ്ങിയവയാണ്. ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.